ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രച്ഛന്ന വേഷം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഹനുമാൻ വേഷം കെട്ടിയിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി നമ്മൾ കാണുകയാണ്. ഹനുമാൻ വേഷം കെട്ടിയോടൊന്നും രാജ്യത്തെ സംഘപരിവാറിനെ ചെറുക്കാൻ കഴിയില്ല. രാജ്യത്തെ സംഘപരിവാറിനെ ചെറുക്കണമെങ്കിൽ ശക്തമായ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുത്തണം. വർഗീയതക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. ഇതിപ്പോ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് ഉള്ള സീറ്റെല്ലാം നഷ്ടപ്പെട്ട് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും ഹനുമാൻ വേഷം കെട്ടുകയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ചെന്നിത്തല പിന്നെ എന്ത് പറയാനാ? ചെന്നിത്തല അത് പറഞ്ഞതിൽ പിന്നെ അത്ഭുതമില്ല. കേരളത്തില് പറയാം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് കേസ് എടുക്കും. കേസിന്റെ ഭാഗമായിട്ട് ജാമ്യമില്ലാത്ത കേസാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം കൊടുത്ത വാർത്താ പ്രാധാന്യം എന്താണ്? ഞാൻ പറയാം. ഞാൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. അന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൊടുത്ത കാർഡും നിങ്ങൾ അതിനുവേണ്ടി അടിച്ച കാർഡുകളൊക്കെ ഇപ്പോഴുണ്ടല്ലോ. അതേ സമയത്ത് ജയിലിൽ നിന്നിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് കാപ്പി കുടിക്കുന്നു, ജയിലിൽ നിന്നിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് നടന്നു പോകുന്നു, കാറിൽ കയറുന്നു. ഇങ്ങനെയൊക്കെയുള്ള അയാള് പറയുന്ന സംഭാഷണങ്ങൾ ഇങ്ങനെ 10 കാർഡുകളാക്കിയിട്ടാണ്. ഞാൻ പറയട്ടെ ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്തോ ലോകത്ത് ആദ്യമായിട്ട് ഒരാൾ ജയിലിൽ കിടന്ന് ഇറങ്ങുന്നു എന്ന പ്രതീതിയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ലോകത്താദ്യമായിട്ട് ഒരാളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയത്. ഇയാള് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റായ ഘട്ടത്തിൽ കോഴിക്കോട് ഇയാളെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി 1 മണിക്കാണ്. ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ SFI എല്ലാം അതിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സാന്ദ്ര ബോസ്, ഈ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ്. അവര് കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇപ്പോഴും ഒരുപാട്. അപ്പൊ അതൊന്നും വാർത്തയല്ല. അപ്പൊ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഇത്തരം സമരങ്ങളുടെ വാർത്ത പർവ്വതീകരിക്കുന്നു. എന്നാൽ ഡിവൈഎഫ്ഐ വളരെ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങൾ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ തന്നെ തയ്യാറാക്കി നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുഴുവൻ അയച്ചു തന്നു. ഇത് ഞങ്ങൾ പൊതുസമക്ഷം അവതരിപ്പിച്ചു. ഇതിനകത്തുള്ള ഡാറ്റ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പറയാം, ഈ മുദ്രാവാക്യത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ പറയാം, അങ്ങനെയെങ്കിലും പറയാം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. 20 ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു സംഘപരിവാർ വിരുദ്ധ സമരം നടത്തിയിട്ട് ഇന്നലെ നിങ്ങൾ ഏത് ചാനലാണ് പ്രൈം ടൈമിൽ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്തത്?